ജൂനിയർ ഡെവലപ്പേഴ്സ്. എന്തിനാണ് ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത്? ദി ആൻസർ ഇസ് പ്രിറ്റി സിമ്പിൾ, ടു കോഡ്. അല്ലെ, നിങ്ങളൊരു കോളേജ് പ്ലേസ്മെന്റ്സ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിൽ മോസ്റ്റ്ലി അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ കോഡിംഗ് സ്കിൽസിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്ന സ്കിൽസ് ആണ് അവർ നോക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ബിടെക് ഡിഗ്രിയിൽ മോസ്റ്റ് പ്രോബ്ലി പഠിക്കുന്നില്ല. വാട്ട് യു ലേൺ ടു ഡു വെൽ ഇസ് ടു കോഡ്. അതുകൊണ്ട് തന്നെയാണ് അവർ കോഡിംഗ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ഹയർ ചെയ്യുന്നതും കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആൻഡ് വെൻ യു സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് ജോബ് ലൈക്ക് ദാറ്റ്, നിങ്ങളൊരു ഫ്യൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നിങ്ങൾ കോഡിങ്ങിന്റെ മുകളിൽ തന്നെ കമ്പനിയുടെ മറ്റ് ആർക്കിടെക്ചറും കാര്യങ്ങളോടൊക്കെ എക്സ്പോഷർ വരുമ്പോൾ നിങ്ങൾ അതിന് ഉപരിയുള്ള കാര്യങ്ങൾ പതിയെ പഠിച്ച് നിങ്ങൾ നിങ്ങളെ അപ്സ്കിൽ ചെയ്യും. ആൻഡ് അത് തന്നെയാണ് നിങ്ങളുടെ സീനിയർ ഡെവലപ്പേഴ്സും മിഡ് ലെവൽ റോൾസിലേക്കുള്ളൊക്കെ നിങ്ങളുടെ പാത്ത് ക്ലിയർ ചെയ്ത് തരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്? ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50 ജൂനിയർ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്ത് അവർക്ക് ഒരു കോഡിംഗ് ടാസ്ക് കൊടുക്കുമ്പോൾ ദേ ജസ്റ്റ് ആസ്ക് AI ടു ഡു ഇറ്റ്. ആൻഡ് AI വന്ന് ഇവർ കോഡിംഗ് ടാസ്ക് ചെയ്യുന്നു, അവർ ആ ടാസ്ക് അതേമാതിരി സബ്മിറ്റ് ചെയ്യുന്നു ഇൻ ഓൾമോസ്റ്റ് നോ ടൈം. സോ കമ്പനീസ് ആർ ആസ്കിങ് ഒരു 50 ജൂനിയർ ഡെവലപ്സ് വെച്ചിട്ട് ഒരു കോഡിംഗ് ടാസ്ക് ചെയ്യുന്നതിന് പകരം 5 ജൂനിയർ ഡെവലപ്സ് വെച്ചിട്ട് ഈ കോഡിംഗ് ടാസ്ക് ചെയ്താൽ പോരെന്ന്.